പുസ്തകത്താളിലെ നറുമണമെല്ലാം ചേർത്തു പിടിക്കാൻ വാ. അക്ഷരച്ചിപ്പിലെ മുത്തുകൾ വാരാൻ വാ. ആ മുത്തുകൾ കൊണ്ടൊരു മാല ഒരുക്കാൻ വാ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. നമസ്കാരം. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രമുഖ ചിന്തകനായ ജോസഫ് എഡിസന്റെ വാക്കുകളാണ്. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. നന്ദി. എല്ലാവർക്കും നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹൈറ റഫീഖ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ സമ്മർദ്ദമേറുന്നു. നിലമ്പൂരിൽ CPM BJP ധാരണയെന്ന് അടൂർ പ്രകാശ്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തം. മഴ തുടരും. സൗഹൃദത്തിന്റെ ആക്കം കൂട്ടാൻ ഒന്നിച്ച് പ്രവർത്തിക്കും. കാനഡയിൽ മോദി കാർഡ് കൂടിക്കാഴ്ച. ആദ്യ ടെസ്റ്റിന് മുമ്പേ ആതിഥേയനായി വിരാട് കോഹ്ലി. ഇവിടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി. അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം, അതായത് റീഡിംഗ് ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും. ജൂൺ 19 ശ്രീ PN പണിക്കർ ചരമദിനമാണ്. ഇല്ലേ? സാധാരണ നമ്മൾ ജന്മദിനമല്ലേ സെലിബ്രേറ്റ് ചെയ്യാറ്. ഇത് ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ്. നമ്മൾ അതായത് ഡെത്ത് ആനിവേഴ്സറി ഓഫ് ശ്രീ PN പണിക്കർ ആണ് നമ്മൾ വായനാ ദിനമായിട്ട് ജൂൺ 19 ആചരിക്കുന്നത്. ആരാണ് ഈ PN പണിക്കർ? അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം മലയാളികളിൽ വായനാശീലം വളർത്തുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് നാം വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന സന്ദേശം എന്തായിരുന്നു അറിയാമോ? വായിച്ച് വളരുക. വായിച്ചാൽ വളരുമോ? ഇല്ലേ? അദ്ദേഹം പറഞ്ഞു വായിച്ച് വളരാൻ. വായിച്ചാൽ വളരുമോ? വളരും. യെസ്. വായിച്ചില്ലെങ്കിലോ? വളരില്ല, വളയും. ആണോ? ഇങ്ങനെ പറഞ്ഞ ആരാന്നറിയാമോ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. നിങ്ങൾക്ക് ഈ കവിതകളൊക്കെ ഇനി അടുത്ത നമ്മുടെ സെലിബ്രേഷൻ പ്രോഗ്രാം ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരെ അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം കേൾക്കാം കേട്ടോ. അപ്പോൾ ഏത് കാര്യത്തെയും കുറിച്ചുള്ള അറിവ് നേടാൻ എന്താവശ്യമാണ്? വായന ആവശ്യമാണ്. വായന നമ്മെ
ഏത് കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ സഹായിക്കും. നിങ്ങളുടെ വായനാശീലം വളർത്തുവാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഹെഡ് മിസ്സസ് ആയിരുന്നു ആരെന്നറിയോ? സിസ്റ്റർ സുഹൃത. സിസ്റ്റർ ഒരു കാര്യം ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? എന്തുവാ? സിസ്റ്റർ നമുക്കൊരു ലൈബ്രറി തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? അന്നല്ലായിരുന്നു നമ്മൾ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ സെലിബ്രേഷൻസിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ സിസ്റ്റർ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നതായിരിക്കും. അതിനായിട്ട് സിസ്റ്ററിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാം ഇന്ന് വായനാ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു, വായനാ ദിനത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, എന്തിനാണ് വായനാ ദിനം ആഘോഷിക്കുന്നതെല്ലാം വിശദമായിട്ട് പറഞ്ഞു. എങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാലയുടെ ഉപജ്ഞാതാവായിരുന്ന PN പണിക്കർ, അദ്ദേഹം അറിവിന്റെ ലോകത്തിലേക്ക് ഓരോ മക്കളെയും നയിക്കാനായിട്ടാണ് ഈ വായനാ ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം വായിച്ചെങ്കിൽ മാത്രമേ വളരുകയുള്ളൂ, വായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വളരുകയില്ല. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷെങ്കിൽ വായിച്ചാൽ എന്ത് ചെയ്യും? വളരും. അതുപോലെ തന്നെ ചെയ്യും, വായിച്ചില്ലെങ്കിൽ നമ്മള് വളയും എന്ന് പറയുന്നത്. അതാരാ പറഞ്ഞേ? കുഞ്ഞുണ്ണി മാഷ്. മനസ്സിലായോ? അപ്പോഴ് വായിക്കുന്നത് നമുക്ക് എന്ത് തരും? അറിവ് തരും. മനസ്സിലായോ? നമ്മള് ധാരാളം വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കും. അപ്പൊ ആ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യും? ഉന്നതിയിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഈ വായന നമുക്ക് എന്ത് തരും? ഏകാഗ്രത തരും. നിങ്ങൾക്ക് കണ്ടിട്ടില്ല, നിങ്ങളിപ്പം TV ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും റിമോട്ട് എടുത്ത് വെച്ച് ചാനൽ മാറ്റി മാറ്റിയിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ തോന്നും ഇത് വേണ്ട. അപ്പം നമുക്ക് ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടി ഓടി മാറി മാറി ഇങ്ങനെ ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായന നമുക്ക് ഏകാഗ്രത തരുന്നു. അപ്പോൾ കുറേ സമയം നമുക്ക് ശാന്തമായിട്ടിരുന്ന് വായിക്കാനുള്ള ഇതൊക്കെ കിട്ടുന്നത് വായനയിലൂടെയാണ്. അതുപോലെ തന്നെ വായന നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പലതരത്തിലുള്ള അറിവുകൾ. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ്? ബുദ്ധിപരമായ അറിവുകൾ അല്ലേ? ബുദ്ധിക്കുള്ള മറ്റേ നമ്മൾ വിവേകം. അപ്പോൾ നമുക്ക് ഈ വിവേകമൊക്കെ കിട്ടുന്നത് ഏത് വഴിയാണ്? പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ് വിവേകപൂർവ്വം നമ്മുടെ സംസ്കാരങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയാവണം? ശരിയായ രീതിയിലാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല പുസ്തകങ്ങൾ വായിക്കണം. നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേകരുടെ ജീവചരിത്രങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്വാധീനിക്കും. അപ്പം നമ്മുടെ മദർ തെരേസ, മഹാത്മാഗാന്ധിയൊക്കെ നമുക്ക് നല്ല മാതൃകകൾ കാട്ടി തന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പൊ അവരെയൊക്കെ നമ്മൾ അവരുടെയൊക്കെ അങ്ങനെയുള്ള അനേകം പേരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ എന്താണ് നല്ല ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ധാരാളം പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. നമുക്കിപ്പോൾ മീഡിയകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എങ്കിലും വായനയാണ് നമ്മൾ ഏറ്റവും അധികം അറിവിന്റെ തലത്തിലേക്ക് വളർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വായനാശീലം വളർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയതാകുമ്പോഴും ആ വായനാശീലം നിലനിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നന്നായിട്ട് വായിക്കുന്ന ഒരാള് നന്നായിട്ട് ജീവിക്കും. കാരണം എന്താ അറിയാമോ? വായന അവരെ ശരിയായ രീതിയിലേക്ക് അവരെ നയിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കാനായിട്ട് ഇപ്പോഴേ ഇൻട്രസ്റ്റ് എടുക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ലൈബ്രറി, നമ്മുടെ മുൻ സിസ്റ്റർ ആയിരുന്ന സിസ്റ്റർ സുഹൃത അല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ല സിസ്റ്ററിനെ? അപ്പോൾ സിസ്റ്റർ നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാന്, നിങ്ങൾ നല്ല നാടിനും എന്താണ് നാട്ടുകാർക്കും എല്ലാം അനുഗ്രഹമായി തീരുവാനും നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ തീരുവാൻ വേണ്ടിയാണ് സിസ്റ്റർ ചെയ്തേ നിങ്ങൾക്ക് ഒരു ലൈബ്രറിയൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ? അപ്പം അത് വായിക്കണം. കാരണം സിസ്റ്റർ നിങ്ങളെ എന്താണ് കുറച്ചുകൂടെ നിങ്ങളെ നല്ല കുഞ്ഞുങ്ങളായി നല്ല നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഈ ലൈബ്രറിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയം ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക. വായിച്ച ആ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? വികസിപ്പിച്ചെടുക്കണം. അപ്പൊ ഈ വായനാ ദിനം നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. എന്ത് ചെയ്യണം? എന്നും ഒരു പുസ്തകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വായന ലോകത്തിലേക്ക് പറന്നു പോകാനായിട്ട് പറ്റുള്ളൂ.
വായന നമ്മളെ എന്ത് ചെയ്യും? സ്വപ്നം കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പം അറിവിന്റെ ജാലകങ്ങൾ എന്ത് ചെയ്യും? തുറന്നിടുന്നത് ഏത് വഴിയൂടാ? പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ്. അപ്പം അനേകം പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ നല്ല അറിവുള്ളവരായി, വിവേകമുള്ളവരായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വായനാ ദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. നമസ്കാരം. ജൂൺ 19 വായനാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. PM പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആഘോഷിക്കുന്നത്. അറിവാനമൃതമെന്നറിയുക നാം, വായനമൃതമാക്കിയിടുക നാം. അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം, താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമെല്ലാം വായിക്കാതെ വളരല്ലേ. വായന നൽകും ആനന്ദം വായിച്ചാലേ അറിയൂ നാം, വായിച്ചാലേ അറിയൂ നാം. നന്ദി, നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. മലയാളിയെ വായന പഠിപ്പിച്ച് അവരെ വായനാശീലമുള്ളവരാക്കി തീർത്ത മഹാനായ PM പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ഇന്നേ ദിവസം കേരളം വായനാ ദിനമായി ആചരിക്കുന്നു. വായന മനുഷ്യനെ പൂർണ്ണരാക്കുന്നു. വായനയിലൂടെയും എഴുത്തിലൂടെയും പരമാവധി അറിവ് നേടുക. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെ അറിവിന്റെ ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ PM പണിക്കരുടെ ജന്മദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തി ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങളെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിയുക കുട്ടികളെ, നമ്മുടെ ലോകത്തെന്തെല്ലാം കണ്ടും കേട്ടും വളരണം, അറിവുകളൊക്കെ നേടണം. വായന ഒത്തിരി വളരണമെങ്കിൽ വായന ഒത്തിരി വളരണം. താങ്ക് യു. Sisters, teachers and my dear friends, good morning to all. My name is Devananda Anish. Today I am going to speak on the topic of Reading Day. 19th June is celebrated as National Reading Day. Reading Day is celebrated on the death anniversary of Sri P.N. Panikkar. P.N. Panikkar is known as the father of library movement in Kerala. Read can make you a better person. So dear friends, read every day to learn something new. Thank you. Have a nice day. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, അറിവിലഹന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. താങ്ക് യു. നമസ്കാരം. ഞാൻ ആരാധ്യ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് വായനാ ദിനം. ജൂൺ 19 വായനാ ദിനമാണ്. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു നിർത്തിയ ശ്രീ P.N. പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 19 വായനാ ദിനം. നല്ലൊരു പുസ്തകം നല്ല കൂട്ടുകാരന് തുല്യമാണ്. ലോകത്തിനെ അറിയുവാനും സമൂഹത്തിനെ മനസ്സിലാക്കുവാനും വായന നമ്മെ സഹായിക്കുന്നു. വായനയിലൂടെ നമുക്ക് അറിവ് നേടുന്നു. ഇപ്പോൾ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വന്നതിൽ പിന്നെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമെങ്കിലും ഒരു ബുക്കിന്റെ പേരെങ്കിലും വായിക്കണം. നന്ദി, നമസ്കാരം. വായനാ ദിനം ഇന്ന്, വായനാ ദിനം വായിച്ചു വരാം ഈ വായനാ ദിനം. വായനാ ദിനം ഇന്ന്, വായനാ ദിനം വായിച്ചു വരാം.
സമ്പത്തായി അറിവിന്റെ ലോകത്ത് പുൽനാമ്പുകൾ വിരിയിക്കാം നീ വായനാദിനം. വിജ്ഞാനം സമ്പത്തായി അറിവിന്റെ ലോകത്ത് പുൽനാമ്പുകൾ വിരിയിക്കാം നീ വായനാദിനം. വായനാദിനം ഇന്ന് വായനാദിനം, വായിച്ചു വളരാം നീ വായനാദിനം. വായിക്കും തോറും അറിവ് നേടാമെന്നുള്ള ആശയം പകർന്നിടാം നീ വായനാദിനം. വായിക്കും തോറും അറിവ് നേടാമെന്നുള്ള ആശയം പകർന്നിടാം നീ വായനാദിനം. വായനാദിനം ഇന്ന് വായനാദിനം, വായിച്ചു വളരാം നീ വായനാദിനം. വായനാദിനം ഇന്ന് വായനാദിനം, വായിച്ചു വളരാം നീ വായനാദിനം. Morning, respected sister, teachers and all my dear friends. As we all know, today is June 19, National Reading Day. National Reading Day is celebrated on the death anniversary of Sri P.N. Panikkar, the founder of Kerala Library Movement. Why reading is important? It is important because it is the habit that makes you a better human being. Reading is the first and best source to gain knowledge. We can read books, storybooks, newspapers, etc. Thank you. Happy Reading Day to all. കലയാടിയിടാൻ വരുമോ നീ? പാടില്ല, ചുള്ളികളായി കൂട് ചമയ്ക്കാൻ പോകുന്നു. വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല, പൂക്കളിലെ തേനുകരാൻ പോകുന്നു. ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല, യജമാനന്റെ വാതിൽ കാക്കാൻ പോകുന്നു. जय जनगण अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तब शुभ नामे जागे, तब शुभ आशीष